നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ നെറ്റ്വർക്ക് മോഡൽ അതിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റിലത്തേതാണ് OSI മോഡൽ, അതായത് ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷൻ എന്ന് പറഞ്ഞ മോഡൽ. ഓക്കെ, വേറൊരു മോഡൽ വരുന്നത് TCP/IP മോഡലാണ്. അപ്പോൾ അത് നമ്മൾ ഈ OSI മോഡൽ പഠിച്ചതിന് ശേഷം TCP/IP മോഡൽ എന്താണെന്നുള്ളത് നമ്മളതിന് ശേഷം നോക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് OSI മോഡലാണ്. OSI മോഡൽ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇൻ്റർ കണക്ഷനാണ്. അത് പുറത്ത് വയ്ക്കുക. അപ്പോൾ ഒരു റെഫറൻസ് മോഡലാണ്. ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ ദ ഫിസിക്കൽ മീഡിയം. ഓക്കെ, ഫിസിക്കൽ മീഡിയം വഴി ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ മറ്റൊരു റിമോട്ട് കമ്പ്യൂട്ടറിൽ എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ OSI മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്നുള്ള ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് ആ ഒരു ഡാറ്റയ്ക്ക് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. OSI മോഡൽ 7 ലെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ലെയറിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഓരോ പർട്ടിക്കുലർ ലെയറിനും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ OSI മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1984 അതും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടീമാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ISO എന്ന് പറഞ്ഞ ഒരു ISO ആണ് ഈ OSI മോഡൽ ഡെവലപ്പ് ചെയ്തത്. അത് നമുക്ക് ഈ ഒരു പേരിൽ തന്നെ അറിയാൻ പറ്റും അല്ലേ. OSI എന്നുള്ളത് നേരെ തിരിച്ചിട്ടാൽ മതി ISO എന്നുള്ളത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മോഡലാണ് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ആർക്കിടെക്ചറായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ OSI മോഡൽ ഡിവൈഡ് ഓൾ ടാസ്ക് ഇൻ ടു സ്മോളർ. അതാണ് പറഞ്ഞ ഓരോ ലെവലിനും, അതായത് ഓരോ ലെയറിനും പർട്ടിക്കുലർ ടാസ്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടാസ്ക് മാത്രം ആ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈച്ച് ലെയർ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ്. So that task assigned to each layer can be performed independently. അപ്പോൾ മറ്റൊരു ലെയറിൻ്റെ ടാസ്കിനെ പറ്റി വേറൊരു ലെയർ ടെൻഷൻ അടിക്കേണ്ടതല്ല. ഓരോ ലെയറിനും അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് മാത്രം ഓരോ ലെയറും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്താൽ മതി. അപ്പോൾ ഈ 7 ലെയർ എന്ന് പറയുന്നത് ഇതാണ്: അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയർ, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇതിനകത്ത് നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചെല്ലാം മനസ്സിലാവും. ആദ്യത്തെ 4 ലെയർ, അതായത് അപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, സെഷൻ ലെയറും ട്രാൻസ്പോർട്ട് ലെയറും, അത് ഒരു ഹോസ്റ്റിൻ്റെ, അതായത് ഏത് കമ്പ്യൂട്ടറിലാണോ ഏതാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നെറ്റ്വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷനാലിറ്റി, ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷനാലിറ്റി, ഫിസിക്കൽ ലെയറിനുള്ള ഫങ്ഷനാലിറ്റി. അത് 3ഉം നെറ്റ്വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെയർ, പ്രസൻറ്റേഷൻ, സെഷൻ, അതൊക്കെ ട്രാൻസ്പോർട്ട്, അത്രയും ഹോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ OSI മോഡൽ ഡിവൈഡ് ഇൻറ്റു 2 പാർട്ട്: അപ്പർ ലെയർ ആൻഡ് ലോവർ ലെയർ. അതാണ് ഈ അപ്പർ ലെയർ ഹോസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ലോവർ ലെയർ നെറ്റ്വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ദ അപ്പർ ലെയർ ഓഫ് OSI മോഡൽ മെയിൻലി ഡീൽസ് വിത്ത് അപ്ലിക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് ദേ ഇംപ്ലിമെൻറ്റഡ് ഓൺലി ഇൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ആദ്യത്തെ 4 ലെയർ, അതായത് ഈ അപ്പർ ലെയർ ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതിനകത്ത് നമുക്കൊരു ഡിവൈസ് എന്ന് പറയാനില്ല. മെയിനായിട്ട് എന്താണ് നമ്മുടെ പ്രോട്ടോകോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ ലെയർ ഈസ് ക്ലോസസ്റ്റ് ടു എൻഡ് യൂസർ. അതായത് നമ്മൾ ആരാണോ റിസീവ് ചെയ്യുന്ന ആ ഒരു യൂസർ ആണല്ലോ ശരിക്കും നമ്മൾ എന്താണ് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ
റിസീവ് ചെയ്യുന്നത് അല്ലേ. അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ലെയർ ആയിരിക്കും ആപ്ലിക്കേഷൻ ലെയർ. അപ്പോൾ നമുക്ക് വഴിയെ മനസ്സിലാവും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ നെറ്റ്വർക്കിംഗ് ലെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഒരു 2-3 പ്രാവശ്യം നമ്മൾ നോട്ട് വഴി പോകണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ബോത്ത് ദ എൻഡ് യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ ഇൻറ്ററാക്ട് വിത്ത് ദ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ് ഈ സോഫ്റ്റ്വെയർ നമ്മൾ എൻഡ് യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബോത്ത് എൻഡ് യൂസർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ ഇൻറ്ററാക്ട് വിത്ത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. പിന്നെ അപ്പർ ലെയർ റെഫേഴ്സ് ടു ലെയർ. അപ്പർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെയറിനെ പറ്റിയാണോ മെൻഷൻ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് മുകളിലുള്ള ലെയറിനെയും നമ്മൾ അപ്പർ ലെയർ അല്ലെങ്കിൽ പ്രീവിയസ് ലെയർ എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു 7 ലെയറിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെയറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഡാറ്റ റിസീവ്ഡ് ഫ്രം അപ്പർ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലുള്ള ലെയറിനെ പറ്റിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ലോവർ ലെയർ ഓഫ് OSI മോഡൽ ഡീൽസ് വിത്ത് ഡാറ്റ ട്രാൻസ്പോർട്ട് ഇഷ്യൂസ്. അതായത് ഈ നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക്, ഫിസിക്കൽ, ഇത്രയും ഈ ഒരു 3 ലെയർ, അതാണ് ഈ ലോവർ ലെയർ ആയിട്ട് പറയുന്നത്. അത് ഡാറ്റ ട്രാൻസ്പോർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് നെറ്റ്വർക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു 3 ലെയറിൽ ഡാറ്റ ട്രാൻസ്പോർട്ട് ഇഷ്യൂസ്. The data link layer and physical layer are implemented in hardware and software. ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും എന്താ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ചേർന്നിട്ടുള്ളതാണ് ഈ ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും. Physical layer are the lowest layer of OSI model and is closest to physical medium. അതായത് കേബിള്, നെറ്റ്വർക്ക് കേബിളായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന മീഡിയമാണ് ഫിസിക്കൽ ലെയർ. ദ ഫിസിക്കൽ ലെയേഴ്സ് ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ പ്ലേസിങ് ഇൻഫർമേഷൻ ഓൺ ദ ഫിസിക്കൽ മീഡിയം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ്, അതായത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത് നേരിട്ട് കേബിളിലേക്കല്ല. ഓക്കെ, നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ളത് സോഫ്റ്റ്വെയർ വഴിയാണ് അല്ലേ. ആ ഒരു സോഫ്റ്റ്വെയർ വഴി നമ്മളും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ലെയറും ആ സോഫ്റ്റ്വെയറിലേക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലെയറിനകത്തുനിന്ന് അതുപോലെ തന്നെ നമുക്കറിയുന്ന രീതിയിലുള്ള യൂസർ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ ആപ്ലിക്കേഷൻ ലെയറുമായിട്ട്. അത് സോഫ്റ്റ്വെയർ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഒരു ഡാറ്റ, നമ്മുടെ ഇൻഫർമേഷൻ പ്രസൻറ്റേഷൻ ലെയർ വഴി അത് തരംതിരിക്കും, സെഗ്മെൻറ്റ്സുകളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം നമ്മളിപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറിൽ ഒരു ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ, നമ്മൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെൻഡർ ഉണ്ടാവും, ഒരു റിസീവർ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, പിന്നെ റൂൾസ് പ്രോട്ടോകോൾസ് ഉണ്ടാവും, പിന്നെ മീഡിയം അല്ലേ, അത്രയും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെൻഡ് ചെയ്യുന്ന ഡാറ്റ സ്മോളർ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും, സെഗ്മെൻറ്റ്സ് ആക്കും. ഓക്കെ, അതിനുശേഷം അതിനകത്ത് അഡ്രസ്സുകളൊക്കെ ആഡ് ചെയ്യും. ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട്, പിന്നെ ഇൻ്റർനെറ്റ് അഡ്രസ്സ്, അതായത് IP അഡ്രസ്സ് ഉണ്ട്, ഫിസിക്കൽ അഡ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ IP അഡ്രസ്സ് ഉണ്ട്. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MAC അഡ്രസ്സാണ്, അതായത് അത് ഓരോ ഡിവൈസിനും പെർമനൻ്റ് ആയിരിക്കും. ഫിസിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ഡിവൈസിൻ്റെ അകത്തും ബിൽറ്റ് ഇൻ ആയിരിക്കും, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കാർഡ്, ആ കാർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാനുഫാക്ചർ അതിനകത്ത് ഒരു MAC അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. അത് നമുക്ക് സോഫ്റ്റ്വെയർ വഴിയൊന്നും മാറ്റാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് അഡ്രസ്സ്, അതായത് IP അഡ്രസ്സും
ഈ ഒരു ഡാറ്റയിൽ എന്തായത് ആഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട്, അതായത് ഹെഡർ ട്രെയിലർ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യും. അതിനുശേഷം ട്രാൻസ്പോർട്ട് ലെയർ വഴി എന്താണ് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രാൻസ്പോർട്ട് ലെയറാണ് ഡാറ്റ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കറക്റ്റായിട്ടുള്ള ഡാറ്റ റീസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കും. നെറ്റ്വർക്ക് ലെയർ ആണ് ഈ രണ്ട് കമ്പ്യൂട്ടർ, സോഴ്സ് കമ്പ്യൂട്ടറും ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറും തമ്മിലുള്ള പാത്ത്, അതായത് റൂട്ടിംഗ് തീരുമാനിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡാറ്റ ലിങ്ക് ലെയർ ആണ് അതിനകത്തുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഡാറ്റ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ് ഫിസിക്കൽ ലെയറിലേക്ക്, നമ്മൾ കേബിളിലേക്ക് ഈ ഡാറ്റ ലിങ്ക് എന്നുള്ള സിഗ്നൽ പോവും. അതിനുശേഷം ഫിസിക്കൽ ലെയറിൽ നിന്ന് നേരിട്ട് കേബിളിലേക്ക് പോകും. ഓക്കെ, അല്ലെങ്കിൽ മീഡിയത്തിലോട്ട് പോകും. അത് വയർലെസ് ആവാം, വയേർഡ് ആവാം. അപ്പോൾ അതേ രീതിയിൽ തന്നെ എന്താണ് ഒരു റിസീവർ സൈഡിലും ഇതേ രീതിയിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാവും. അതിനകത്ത് എങ്ങനെയാണ് ഫസ്റ്റ് ഡാറ്റ കേബിൾ വഴി ചെല്ലുന്നത് ഫിസിക്കൽ ലെയറിലേക്കായിരിക്കും, പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക്, അതിനുശേഷം നെറ്റ്വർക്ക് ലെയറിലേക്ക്, പിന്നെ ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയറിനകത്തുനിന്ന് സോഫ്റ്റ്വെയർ വഴി നമുക്ക് റീഡ് ചെയ്യുന്ന മോഡിൽ നമുക്ക് ഡാറ്റ കിട്ടും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ആദ്യം പഠിക്കുക. നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ഈ OSI ലെയർ, ഓക്കെ, ഈ OSI ലെയറിൻ്റെ 7 ലെയറിൻ്റെ ആ ഒരു ഓർഡർ നമ്മൾ പഠിക്കുക. അതായത് ഒന്നാമത്തേത് ഫിസിക്കൽ ലെയറാണ്, പിന്നെ ഡാറ്റ ലിങ്ക് ആണ്, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ. ആ ഒരു ഓർഡർ അതേ രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, ഇത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ദിസ് ലെയർ പ്രൊവൈഡ് സർവീസസ് ടു യൂസർ. ഓക്കെ, നമ്മൾ നെറ്റ്വർക്കിൻ്റെ സർവീസുകൾ, ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം താഴോട്ട്. ഓരോ ലെയറിൻ്റെയും ഫീച്ചർ, അതിനകത്ത് വരുന്ന ഡിവൈസുകൾ, അതെല്ലാം പറയാം. പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ, എൻക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്താണ്, അതൊരു ഡിജിറ്റൽ ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എൻക്രിപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. അതായത് അതിൻ്റെ ഒരു ഹെഡർ, ഡാറ്റയ്ക്ക് ഒരു ഹെഡർ കൊടുക്കും. ഒരു അഡ്രസ്സ് നമ്മൾ സ്റ്റിക്കർ പതിക്കുന്നില്ല, അതേപോലെ തന്നെ ഒരു ഹെഡർ ആഡ് ചെയ്യും. പിന്നെ സെഷൻ ലെയറിലാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് ടെർമിനേറ്റ് സെഷൻസ്. അപ്പോൾ ഓരോ സെഷനും എന്താണ്, ഏതൊക്കെ പ്രസൻറ്റേഷൻ ലെയറിൽ എന്തൊക്കെ സംഭവിക്കണം, ട്രാൻസ്പോർട്ട് ലെയറിൽ എന്തൊക്കെ സംഭവിക്കണം, അങ്ങനെ ഓരോ സെഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ടെർമിനേറ്റ് ചെയ്യുന്നതും ഈ സെഷൻ ലെയറാണ്. പിന്നെ ട്രാൻസ്പോർട്ട് ലെയറാണ് എന്താണ്, ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഡാറ്റ കറക്റ്റ് ലൊക്കേഷനിൽ എത്തി എന്നുള്ളതും അതുപോലെ തന്നെ സെൻഡ് ചെയ്ത ഡാറ്റ ഡാമേജ് ഇല്ലാതെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്നുള്ളതും തീരുമാനിക്കുന്നത്, അത് ക്ലിയർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. ഓക്കെ, റിലയബിൾ മെസ്സേജ് ഡെലിവറി, അതാണ് ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ നെറ്റ്വർക്ക് ലെയർ, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ദ പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. നമ്മൾ സോഴ്സായിട്ടുള്ള സെൻറ്ററിൻ്റെ അകത്തുനിന്ന് റിസീവറിലേക്ക്, അതായത് ഡെസ്റ്റിനേഷനിലേക്കുള്ള ഡാറ്റ മൂവ്മെൻറ്റ്സ്, ഓക്കെ, ഈ ഡാറ്റ മൂവ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. അതിനകത്താണ് ഡാറ്റ റൗട്ടിംഗ് ഒക്കെ വരുന്നത്. ഈ നമ്മൾ കണക്ട് ചെയ്യുന്ന റൗട്ടറൊക്കെ ഈ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നതാണ്. പിന്നെ ഡാറ്റ ലിങ്ക് ലെയർ,
ഡാറ്റ ലിങ്ക് ലെയർ യൂസ്ഡ് ഫോർ എറർ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രെയിംസ്. ഡാറ്റ ഫ്രെയിം ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് ഫിസിക്കൽ ലെയറിലേക്ക് സെൻഡ് ചെയ്യുന്നതൊക്കെ ഈ ഡാറ്റ ലെയറാണ്. ഫിസിക്കൽ ലെയറിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫിസിക്കൽ മീഡിയം ത്രൂ വിച്ച് ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ്. അതിന് കേബിൾ എന്ന് പറയാം നമ്മൾ നേരിട്ട്. കേബിളും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, അതുപോലെ തന്നെ സ്വിച്ച് വരില്ല, ഹബ്ബ്, അതൊക്കെ ഫിസിക്കൽ ലെയറിൻ്റെ ഭാഗത്ത് പെടുന്നതാണ്. ഇനി ഓരോ ലെയറിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് പിക്ചർ കാണാം. ഒന്ന് സെൻഡർ, ഒന്ന് റിസീവർ. അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിസിക്കൽ ലെയർ ഒന്നാമത്തെ ലെയറാണ്, നമ്പർ 1 ഫിസിക്കൽ ലെയർ. The main functionality of the physical layer is to transmit individual bits from one node to another. അതായത് ഡാറ്റേനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷനാലിറ്റി. അതാണ് ഏറ്റവും താഴെ, നെറ്റ്വർക്ക് ലെയറിൽ ഏറ്റവും താഴെ ആയിട്ട് കാണുന്നത്. പക്ഷേ നമ്പർ 1 ഫിസിക്കൽ നമ്പർ 1 എന്നാണ് നമ്മൾ അതിന് പറയുക നമ്പറിങ് ചെയ്യുന്ന സമയത്ത്. ഒന്നാമത്തെ ലെയർ, ഫസ്റ്റ് ലെയർ. ഓക്കെ, അപ്പോൾ അതാണ് ഈ കേബിളുമായിട്ടൊക്കെ കണക്റ്റ് ആവുന്നത്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് ഫിസിക്കൽ ലെയർ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഡിജിറ്റുകൾ, ബിറ്റുകളാണ് കാണുന്നത്. 0, 1, 1, 0 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിറ്റ്സ് ആണ് കാണുന്നത്. അതാണ് ശരിക്കും ഡാറ്റ. ഈ 1, 0, 2 ഈ ഒരു ബിറ്റ് ഇതിനകത്ത് ശരിക്കും എന്താണ്, ഈ സോഴ്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അഡ്രസ്സ് ഉണ്ടാവും, അതായത് ഫിസിക്കൽ അഡ്രസ്സ്, അതായത് മാക് അഡ്രസ്സ്, അതുപോലെ തന്നെ IP അഡ്രസ്സ്, അതൊക്കെ ഇതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ സെൻറ്റർ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഇൻഫർമേഷനും ഈ ഒരു ഡിജിറ്റ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഡാറ്റ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് ഈ ട്രാൻസ്മിഷൻ മീഡിയം വഴി. അപ്പോൾ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് OSI മോഡൽ. ഓക്കെ, OSI ലെയറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെയറാണ് ഫിസിക്കൽ ലെയർ. ഇതിന് നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് കൺഫ്യൂഷൻ വരണ്ട. ഇത് നമ്മൾ ഓർഡറായിട്ട് പറയുന്ന സമയത്ത് ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് താഴേന്ന് മുകളിലോട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് താഴേന്ന് മുകളിലോട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, അതാണ് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ OSI മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് എസ്റ്റാബ്ലിഷസ്, മെയിൻറ്റെയിൻസ് ആൻഡ് ഡീആക്ടിവേറ്റ് ഫിസിക്കൽ കണക്ഷൻ. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ലെയർ ആണ് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആക്ടിവേറ്റ് ചെയ്യുന്നതും ഡീആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഫിസിക്കൽ ലെയറാണ്. ഓക്കെ, അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള OSI മോഡൽ ലെയർ. അത് കേബിളിനോട്, അതായത് ഫിസിക്കൽ കേബിളിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയറാണ് ഫിസിക്കൽ ലെയർ. ഓക്കെ, ഇറ്റ് സ്പെസിഫൈ ദ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്രൊസീഡറൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ കേബിൾ വഴിയുള്ള ഡാറ്റ സിഗ്നലിനെ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡാറ്റ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഫിസിക്കൽ ലെയറാണ്. ഓക്കെ, ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാം മുകൾ ഭാഗത്ത് ഫ്രം ഡാറ്റ ലെയർ അല്ലേ, ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ടു ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെ ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ട്. അപ്പോൾ സെൻട്രലാണ് ഫിസിക്കൽ ലെയർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സോഴ്സിൽ നിന്ന് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സോഴ്സിൻ്റെ ലെയറിൽ നോക്കുന്ന സമയത്ത് ഈ ഫിസിക്കൽ ലെയറിൻ്റെ നേരെ മുകൾ ഭാഗത്ത് വരുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ
ഡെസ്റ്റിനേഷനകത്ത് ആദ്യം ഡാറ്റ എത്തുന്നത് ഫിസിക്കൽ ലെയറിലായിരിക്കും, അത് സെൻഡ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലേക്കായിരിക്കും അല്ലേ. അതായത് ഒരു സെൻഡർ ഡാറ്റ ലിങ്ക് ലെയറിന് ഫിസിക്കൽ ലെയറിലേക്ക് സെൻഡ് ചെയ്യും, ഫിസിക്കൽ ലെയർ അത് കേബിൾ വഴി ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യും. ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിന്ന് ആദ്യം ആ ഡാറ്റ എത്തുന്നത് ഫിസിക്കൽ ലെയറിലായിരിക്കും, അതിനുശേഷം ആ ഡാറ്റ റീഡ് ചെയ്തതിന് ശേഷം ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് സെൻഡ് ചെയ്യും, ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇപ്പോൾ ഫിസിക്കൽ ലെയറിൻ്റെ ഒരു ബേസിക് ഫങ്ഷൻസ് ഇതാണ്. ഈ ഒരു ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുക ഇങ്ങോട്ട് ഡെസ്റ്റിനേഷനിലേക്ക്. ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ ലെയർ അതെന്താണെന്ന് നോക്കാം. ലൈൻ കോൺഫിഗറേഷൻ. ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ 2 or more ഡിവൈസസ് ക്യാൻ കണക്റ്റഡ് ഫിസിക്കലി. അതായത് ഉദ്ദേശിക്കുന്നത് കേബിൾ വഴിയാണോ അല്ലെങ്കിൽ വയർലെസ് വഴിയാണോ, എങ്ങനെയാണ് ഫിസിക്കൽ കോണ്ടാക്റ്റ് വരുന്നത്. ഈ ഒരു ഡാറ്റ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അതാണ് ഈ ലൈൻ കോൺഫിഗറേഷൻ ഒരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ 2 or more ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ഫിസിക്കലി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഏറ്റവും താഴെയുള്ള, അതായത് കേബിളിനോട് അല്ലെങ്കിൽ ഫിസിക്കൽ മീഡിയത്തിനോട്, ഡാറ്റ ട്രാൻസ്ഫർ മീഡിയത്തിനോട് ചേർന്ന് കിടക്കുന്ന ലൈനാണ് ഈ ഫിസിക്കൽ ലെയർ. ഓക്കെ, അത് നമുക്കത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫിസിക്കൽ ഡാറ്റ കേബിൾ എന്നാണ്. പിന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ട്രാൻസ്മിഷൻ മോഡ്, വെദർ ഇറ്റ് ഈസ് സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്, ബിറ്റ്വീൻ 2 നോഡ്സ്. ഓക്കെ, 2 ഡിവൈസുകളുടെ ഇടയ്ക്കുള്ള ട്രാൻസ്മിഷൻ മോഡ് സിംപ്ലക്സ് ആണോ, ഹാഫ് ഡ്യൂപ്ലക്സ് ആണോ, ഫുൾ ഡ്യൂപ്ലക്സ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതും ഈ ഫിസിക്കൽ ലെയറാണ്. ചില സ്ഥലത്ത് ഈ ഒരു ഹാഫ് ഡ്യൂപ്ലക്സിന് പകരം സെമി ഡ്യൂപ്ലക്സ് എന്നൊക്കെ എഴുതി കാണാം, പക്ഷെ അത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അത് അലീന കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു സംശയം, ഈ ഹാഫ് ഡ്യൂപ്ലക്സും സെമി ഡ്യൂപ്ലക്സും സെയിം ആണോ എന്ന്. ഒരു ക്വസ്റ്റ്യൻസ് കണ്ടു, ഏതോ ഒരു ക്വസ്റ്റ്യനകത്ത് രണ്ടും കൊടുത്തിട്ട് ആൻസർ, കറക്റ്റ് ആൻസർ ചിലപ്പോൾ അവർ എയും അല്ലെങ്കിൽ ഈ 2 എഴുതിയാലും കറക്റ്റായിട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കും അവർ ചിലപ്പോൾ മെൻഷൻ ചെയ്തത്. അതായത് 1 ഡയറക്ഷനിൽ മാത്രം അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണല്ലോ നമ്മളെ ഹാഫ് ഡ്യൂപ്ലക്സ് അല്ലേ. അത് തന്നെയാണ് സെമി ഡ്യൂപ്ലക്സ് എന്നും പറയുന്നത്. അതല്ല, എനിക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ ലെയറിൻ്റെ വേറൊരു ഫംഗ്ഷനാണ് ടോപ്പോളജി ഡിസൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ അറേഞ്ച്ഡ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത്, അതായത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ബസ് ടോപ്പോളജി വഴിയാണോ, സ്റ്റാർ ടോപ്പോളജി ആണോ, മെഷ് ടോപ്പോളജി ആണോ, ഏത് ടോപ്പോളജിയാണ് അതിന് ബെസ്റ്റ്. ഓക്കെ, ഏത് ടോപ്പോളജി വഴിയാണ് ഡാറ്റ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഡിഫൈൻ ചെയ്തതും ഈ ഒരു ഫിസിക്കൽ ലെയറിൻ്റെ ഭാഗം തന്നെയാണ്. പിന്നെ സിഗ്നൽ, അനലോഗ് സിഗ്നലാണോ ഡിജിറ്റൽ സിഗ്നലാണോ സെൻഡ് ചെയ്യുന്നുള്ള കാര്യം അതും തീരുമാനിക്കുന്നത് ഈ ഫിസിക്കൽ ലെയറാണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ടൈപ്പ് ഓഫ് ദ സിഗ്നൽ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ. എത്രയാണ് ഫിസിക്കൽ ലെയറിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, പിന്നെ ഡിവൈസസ് ദാറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ദ ഫിസിക്കൽ ലെയേഴ്സ്. അതായത് ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ലെയർ 1ൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് റിപ്പീറ്റർ, ഹബ്ബ്, മോഡം, പിന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഇഥർനെറ്റ് കാർഡ്, പിന്നെ കേബിളുകളും കണക്ടറുകളും അല്ലേ. നെറ്റ്വർക്ക് കാർഡിൻ്റെ ഇഥർനെറ്റ് കേബിളിൽ യൂസ് ചെയ്യുന്ന കേബിളും അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിൽ യൂസ് ചെയ്യുന്ന RJ45 എന്ന് പറയുന്ന കണക്ടർ, അതല്ലാതെ വരുന്ന വേറെ എന്തെങ്കിലും കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഈ ഫിസിക്കൽ ലെയറിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ. ഓക്കെ, അപ്പോൾ അത് ഫിസിക്കൽ ലെയറിൽ കൺഫ്യൂഷൻ ഒന്നും വരാനുള്ള സാധ്യതയില്ല. ജസ്റ്റ് ഡാറ്റ എന്താണ്, സെൻറ്ററിൻ്റെ സൈഡിൽ നിന്ന് ഏത് ഡാറ്റയാണോ വരുന്നത് ആ ഡാറ്റ
ഏത് മീഡിയം വഴിയാണോ, ഏത് രീതിയിലാണോ, ഏത് ഫോർമാറ്റിൽ, അതായത് അനലോഗ് ആയിട്ടാണോ ഡിജിറ്റൽ ആയിട്ടാണോ സെൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫിസിക്കൽ ലെയർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ സെൻഡ് ചെയ്ത ഡാറ്റ റിസീവർ സൈഡിൽ എത്തുമ്പോൾ അതേ രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഡിജിറ്റൽ ഫോമിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഉണ്ടാവും, അതായത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സ് ഈ ഒരു ഫിസിക്കൽ ലെയറിനകത്ത് ഉണ്ടാവും. അത് ഡീകോഡ് ചെയ്തിട്ടാണ് കറക്റ്റ് നമുക്ക് എന്താണ് കമ്പ്യൂട്ടറിനകത്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഏത് റിസീവർ, ഏത് കമ്പ്യൂട്ടറാണോ അത് റിസീവ് ചെയ്യാനുള്ളത് ആ കമ്പ്യൂട്ടറിലോട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ ലിങ്ക് ലെയർ, അതായത് ലെയർ 2. അതിന് DLL എന്നും പറയും, ഡാറ്റ ലിങ്ക് ലെയർ. പക്ഷെ DLL എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനകത്ത് ഡൈനാമിക് ലൈബ്രറിക്കും DLL എന്ന് പറയും. പക്ഷെ ആ ഒരു DLL അല്ല ഈ നെറ്റ്വർക്കിങ്ങിലുള്ള DLL. ഓക്കെ, നമ്മൾ DLL ഫയൽ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിനകത്ത് പഠിച്ചിട്ടുണ്ടാവും, ഓക്കെ, കണ്ടിട്ടുണ്ടാവും. സിസ്റ്റം ഫയൽസിനകത്തൊക്കെ DLL ഫയൽ, INF ഫയൽ, അങ്ങനെ സിസ്റ്റം ഫയൽസുകളുണ്ട്. ഓക്കെ, അത് വേറെയാണ്. ഈ ഡൈനാമിക് ലിങ്ക് ലെയർ അത് വേറെയാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആദ്യം നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഇമേജ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സെൻറ്ററിൽ സ്ക്വയർ ആയിട്ട് കാണിക്കുന്ന ഇതാണ് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഡാറ്റ ലിങ്ക് ലെയർ. പിന്നെ ഒരു ഗ്രേ കളറിൽ ഇവിടെ കാണാൻ പറ്റും ഒരു ഡാറ്റ, അതിൻ്റെ സൈഡിൽ T2H2 എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അത് ട്രെയിലർ ഹെഡർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അതിനകത്ത് എന്താണ് ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷനാണ് ഈ T2 അല്ലെങ്കിൽ H2 അല്ലെങ്കിൽ ട്രെയിലർ ഹെഡർ എന്ന് പറയുന്നത്. അതിനകത്ത് ഉള്ള ഡാറ്റ എന്താണ് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാറ്റ, അതിൻ്റെ ഡാറ്റ മൂവ്മെൻറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കേജ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ ഒന്ന് കാണാം. ഈ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത് തേർഡ് ലെയർ ആയിട്ടുള്ള നെറ്റ്വർക്ക് ലെയറിൽ നിന്നാണ് ഡാറ്റ വരുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ നിന്നാണ് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് ഡാറ്റ വരുന്നത്. ആ ഡാറ്റയ്ക്കകത്തോട്ട് ഈ ട്രെയിലറും ഹെഡറും ആഡ് ചെയ്തതിന് ശേഷം മറ്റുള്ള ഫങ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയറിലേക്ക് ഫോർവേഡ് ചെയ്യും ആ ഡാറ്റ പാക്കറ്റിന്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഡാറ്റ ലിങ്ക് ലെയറിലൂടെ ഡാറ്റ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്നുകൂടി തിരിച്ചു നോക്കാം. നേരെ അതായത് റിസീവർ സൈഡിൽ എങ്ങനെയായിരിക്കും, ഫിസിക്കൽ ലെയറിനകത്തുനിന്ന് വരുന്ന ഡാറ്റ നേരെ ഡാറ്റ ലിങ്ക് ലെയറിൽ വരും. അതിനകത്തുനിന്ന് ഈ ഹെഡറും ട്രെയിലറും റീഡ് ചെയ്യും. റീഡ് ചെയ്തതിന് ശേഷം ഈ റിസീവർ സൈഡിൽ ഫിസിക്കൽ ലെയറിന് ഡാറ്റ ലിങ്ക് ലെയറിലേക്കായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഡാറ്റ ലിങ്ക് ലെയറിലുള്ള ഇൻഫർമേഷൻ ഈ പാക്കറ്റ്സ് റീഡ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്കതിൻ്റെ ഫങ്ഷൻസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡാറ്റ ലിങ്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എറർ ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രെയിംസ്. ഓക്കെ, it defines the format of data on the network. ആ ഡാറ്റ ഏത് ഫോർമാറ്റിലുള്ള ഡാറ്റ ആണെന്നുള്ളത് ഈ ഡാറ്റ ലിങ്ക് ലെയറാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ എറർ ഫ്രീ ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് ഈ ഡാറ്റ ലിങ്ക് ലെയറാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് താഴോട്ട് പറയാനുണ്ട്. ഓക്കെ, പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് a reliable and efficient communication between two or more devices. ഡാറ്റ ലിങ്ക് ലെയർ ആണ്.
It is mainly responsible for unique identification of each device that resides on network. അപ്പോൾ ഏതൊരു കമ്പ്യൂട്ടറിലേക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ID, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് 2 സബ് ലെയേഴ്സ്. 2 സബ് ലെയർ ആണ് ഡാറ്റ ലിങ്ക് ലെയറിനുള്ളത്. അതിൽ ഒന്നാണ് ലോജിക്കൽ ലിങ്ക് കൺട്രോളും, ഒന്ന് മാക് മീഡിയ ആക്സസ് കൺട്രോൾ. അതായത് മാക് ലെയറിൻ്റെ മാക് അഡ്രസ്സ്, ഞാൻ പറഞ്ഞില്ലേ മാക് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് 2 സബ് ഗ്രൂപ്പാണുള്ളത്. ഒന്ന് LLC, അതായത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ. രണ്ടാമത്തത് MAC, അഥവാ മാക് മീഡിയ ആക്സസ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ മാക് അഡ്രസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് ഡിഫൈൻ ചെയ്യുന്നത്, അതായത് മെൻഷൻ ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയർ എന്നാണ്. അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്നതാണ് ഈ മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ഫറിങ് ദ പാക്കറ്റ്സ് ടു നെറ്റ്വർക്ക് ലെയർ ഓഫ് ദ റിസീവർ ദാറ്റ് ഈസ് റിസീവിങ്. ഒരു ഡാറ്റ പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ അഡ്രസ് ഓഫ് ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ ഫ്രം ദ ഹെഡർ. ഇപ്പോൾ ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്ന സമയത്തും എന്താണ്, ഇത് രണ്ടും വർക്ക് ചെയ്യും. ഒരു സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഏത് കമ്പ്യൂട്ടറിലേക്കാണോ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഈ മാക് അഡ്രസ്സിനകത്ത് നിന്ന് തീരുമാനിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആണ് ഏത് ഡിവൈസിൽ നിന്നാണ് ഡാറ്റ വരുന്നത്. ഓക്കെ, ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ അഡ്രസ് ഓഫ് ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ. നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള പ്രോട്ടോക്കോളാണ്, ഇവിടെ താഴെയാണ്. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ലിങ്ക് പ്രോട്ടോക്കോളിൽ എവിടത്തേക്കാണോ ഈ ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഡാറ്റ ലിങ്ക് ലെയറിനകത്തുള്ള ലോജിക്കൽ ലിങ്ക് കൺട്രോൾ അത് റീഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ അഡ്രസ് ഓഫ് ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോൾ ഫ്രം ദ ഹെഡർ. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻഡർ കുറേ ഡാറ്റ സെൻഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഡാറ്റ സെൻഡ് ചെയ്ത് അത് റിസീവർ സൈഡിലേക്ക് കിട്ടി, വീണ്ടും ഇങ്ങനെ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ, ഏത് ഡാറ്റ ഏത് സമയത്ത് റിസീവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഓർഡർ, ഒരു ഫ്ലോ കൺട്രോള് ചെക്ക് ചെയ്യുന്നതും ഈ ഡാറ്റ ലിങ്ക് ലെയറാണ്. അതായത് ഒരു ഗ്രൂപ്പ്, അതായത് എന്താ പറയുക, ഡാറ്റ സെഗ്മെൻറ്റ്സ് ആയിട്ടാണല്ലോ സെൻഡ് ചെയ്യുന്നത്. ഒരു ഫുൾ ഡാറ്റ ഒരേ ടൈമിൽ ഒരു പാക്കായിട്ടല്ല സെൻഡ് ചെയ്യുന്നത്, നമ്പർ ഓഫ് പാക്കറ്റ്സ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റു സെഗ്മെൻറ്റ്സ് ആയിട്ടും ഫ്രെയിം ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സ്മോൾ പാക്കറ്റ്സ് ആയിട്ടും എന്താണ് സെഗ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഡാറ്റേനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡാറ്റ പാക്കറ്റിനെ എന്താണ് ഫ്ലോ കൺട്രോൾ, അത് കറക്റ്റ് ഓർഡറിലാണോ റിസീവർ സൈഡിലോട്ട് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനിടയ്ക്ക് ഏതെങ്കിലും ഡാറ്റ മിസ്സിങ് ഉണ്ടെങ്കിൽ ഒരു എറർ കൺട്രോള്, അതായത് ഒരു എറർ സിഗ്നൽ സെൻഡ് ചെയ്യും റിട്ടേൺ ആയിട്ട്. അപ്പോൾ സോഴ്സ് വീണ്ടും എന്ത് ചെയ്യും, ആ എവിടെയാണോ എറർ വന്നത്, എവിടെയാണോ ഡാറ്റ മിസ്സിങ്, ആ ഡാറ്റ വീണ്ടും റീസെൻഡ് ചെയ്യും. ഓക്കെ, അത് എറർ കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിലുള്ള മെയിനായിട്ടുള്ള 2 ഭാഗങ്ങളാണ്. ഒന്ന് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറും ഒന്ന് മീഡിയ ആക്സസ് കൺട്രോൾ ലെയറും. മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയർ ആൻഡ് നെറ്റ്വർക്ക് ഫിസിക്കൽ ലെയർ. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ അതിനകത്ത് വരുന്ന രണ്ടാമത്തെ മെയിൻ കമ്പോണൻ്റ് ആണ്.
മീഡിയ ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ മാക് അഡ്രസ്സ്. ഇതാണ് ഈ മീഡിയ ആക്സസ് കൺട്രോൾ എന്നുള്ള കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനകത്താണ് മാക് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ലോജിക്കൽ ലിങ്ക് ലെയർ ആൻഡ് നെറ്റ്വർക്കിൻ്റെ ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയറിനും LLCക്കും ലോജിക്കൽ ലിങ്ക് ലെയറിനും ഇടയിൽ വരുന്ന ഒരു ലെയറാണ് മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫറിങ് ദ പാക്കറ്റ്സ് ഓവർ ദ നെറ്റ്വർക്ക്. ഡാറ്റ പാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു മാക് ആക്സസ് കൺട്രോൾ ലെയർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ളൊരു ഫങ്ഷനാണ് ഫ്രെയിമിങ്. അതായത് നമ്മളൊരു ഡാറ്റ ഈ പ്രീവിയസ് നെറ്റ്വർക്കിംഗ് ലെയറിനകത്താണ്. നെറ്റ്വർക്ക് ലെയർ എന്താണെന്നാണ് നെറ്റ്വർക്ക് ലെയറാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ലേറ്റ് ഫിസിക്കൽസ് റോ ബിറ്റ് സ്ട്രീം ഇൻ ടു പാക്കറ്റ്സ് നോൺ ആസ് ഫ്രെയിംസ്. ഒരു റോ ബിറ്റ് റോ ഡാറ്റേനെ പാക്കറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, പാക്കറ്റ് എന്നല്ല പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ പാക്കറ്റ്സ്, അതിൻ്റെ പേരാണ് ഫ്രെയിം കേട്ടോ. ഫ്രെയിമുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഓക്കെ, ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ലേറ്റ് ദ ഫിസിക്കൽസ് റോ ബിറ്റ് സ്ട്രീം ഇൻ ടു പാക്കറ്റ്സ് നോൺ ആസ് ഫ്രെയിംസ്. അപ്പോൾ ഈ ഒരു ഡാറ്റേനെ ഫ്രെയിമുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ദ ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ഹെഡർ ആൻഡ് ട്രെയിലർ ടു ദ ഫ്രെയിം. ഓക്കെ, അതാണ് നേരത്തെ അവിടെ T2 അല്ലെങ്കിൽ H2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഒരു ഡാറ്റ ലിങ്ക് ലെയറിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ രണ്ട് ഇൻഫർമേഷൻ ഡാറ്റ ലിങ്ക് ആഡ് ചെയ്യും, ഒരു ട്രെയിലറും ഹെഡറും. ഓക്കെ, ദ ഡാറ്റ ലിങ്ക് ലെയർ ആഡ്സ് ഹെഡർ ആൻഡ് ട്രെയിലർ ടു ദ ഫ്രെയിം. The header which is added to the frame contains the hardware destination and source address. Okay, ഈ ഹെഡറിനകത്താണ് ഈ ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും ഹാർഡ്വെയർ അഡ്രസ്സ്. ഹാർഡ്വെയർ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക് അഡ്രസ്സ് ആണ് അല്ലേ. ഹാർഡ്വെയർ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ആൻഡ് ഹാർഡ്വെയർ സോഴ്സ് അഡ്രസ്സ്. ഓക്കെ, അതാണ് ഹാർഡ്വെയർ ഡെസ്റ്റിനേഷൻ ആൻഡ് സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ വെറും ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മാത്രമല്ല, ഏത് കമ്പ്യൂട്ടറിനാണോ സെൻഡ് ചെയ്യുന്നത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സും ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അഡ്രസ്സും ഈ ഒരു ഡാറ്റ സെഗ്മെൻ്റ് ആക്കിയിട്ടാണ് തിരിക്കുന്നത്. ഡാറ്റ സെഗ്മെൻ്റ് ആക്കി തിരിച്ചിട്ട്, അതായത് ഡാറ്റ ഫ്രെയിംസ് ആക്കി തിരിച്ചിട്ട് ഇതിനകത്തോട്ട് രണ്ട് ഇൻഫർമേഷൻ ഈ ഡാറ്റ ലിങ്ക് ആഡ് ചെയ്യും. T2 എന്ന് പറയുന്നതും H2 എന്ന് പറയുന്നതും. അപ്പം അത് എന്താണ്, ഹെഡറും ട്രെയിലറാണ്. ഈ ഹെഡറിനകത്താണ് ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും ഫിസിക്കൽ അഡ്രസ്സ്, അതായത് ഹാർഡ്വെയർ അഡ്രസ്സ്, അതല്ലെങ്കിൽ മാക് അഡ്രസ്സ്, അങ്ങനെ മൂന്നും പറയാം. മാക് അഡ്രസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ്സ് എന്ന് പറയും. ഓക്കെ, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രെയിമിങ്, ഓക്കെ, അത് ഫ്രെയിമിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാം. ഫ്രെയിമിംഗ് ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഫങ്ഷൻ. ആ ഫങ്ഷനിങ്ങിലാണ് എന്താണ്, ഡാറ്റേനെ ഫ്രെയിമാക്കി മാറ്റുന്നതും, ഓക്കെ, റോ ഡാറ്റേനെ ഫ്രെയിമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ ഫ്രെയിമിങ്. അതിനുശേഷം എന്താണ്, അതിനകത്തോട്ട് ഹെഡറും ട്രെയിലറും ആഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇമേജിനകത്ത് പാക്കറ്റ്. അപ്പോൾ ഹെഡറിനകത്തോട്ട് പാക്കറ്റിനകത്തോട്ട് ഡാറ്റ ലിങ്ക് ലെയർ രണ്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യും, അതാണ് ഹെഡറും ട്രെയിലറും. ഓക്കെ, ഈ ഫ്രെയിമിംഗ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഈ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് പറഞ്ഞത്. അതാണ് ഈ ഡാറ്റ പാക്കറ്റ്സിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ചെറിയ പാക്കറ്റുകളായിട്ടുള്ള ഫ്രെയിം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്രെയിമിനകത്തോട്ട് രണ്ട് ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നുണ്ട്, അതാണ് ഹെഡറും ട്രെയിലറും. ഹെഡറിനകത്തോട്ടാണ് ഈ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ സോഴ്സ് കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ മാക് അഡ്രസ്സ് ആഡ് ചെയ്യുന്നത്. ആ മാക് അഡ്രസ്സ് ആഡ് ചെയ്യുന്നത് നമ്മുടെ മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ അല്ലെങ്കിൽ മാക് എന്ന് പറഞ്ഞ
ആ ഒരു ലെയറാണ്. പിന്നെ അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണിച്ചത്. പാക്കറ്റ് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് ഹെഡറും ട്രെയിലറും ആഡ് ചെയ്തു. ഓക്കെ. ഫിസിക്കൽ അഡ്രസ്സിംഗ്. ഡാറ്റ ലിങ്ക് ലെയർ ആഡ്സ് എ ഹെഡർ ടു ദ ഫ്രെയിം ദാറ്റ് കണ്ടെയ്ൻസ് ദ ഡെസ്റ്റിനേഷൻ അഡ്രസ്. അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്നുള്ളത് മാക് അഡ്രസ് ആവാം, IP അഡ്രസ് ആവാം. ഓക്കെ. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് മാക് അഡ്രസ് ആണ്, അതായത് ഫിസിക്കൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് ആണ് ആഡ് ചെയ്യുന്നത്. ദ ഫ്രെയിം ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഡെസ്റ്റിനേഷൻ അഡ്രസ് മെൻഷൻഡ് ഇൻ ദ ഹെഡർ. ഓക്കെ. ഈ ഒരു ഹെഡറിനകത്തോട്ട് ഫിസിക്കൽ അഡ്രസ്സ്, അതായത് മാക് അഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് നിന്ന്. അപ്പോൾ ആ ഒരു ഹെഡർ വായിച്ചിട്ടാണ്, ഹെഡർ റീഡ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ പാക്കറ്റ്സിനെ പ്രോപ്പറായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ നെറ്റ്വർക്ക് സെൻഡ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഫ്ലോ കൺട്രോൾ. ഫ്ലോ കൺട്രോൾ ഈസ് ദ മെയിൻ ഫങ്ഷനാലിറ്റി ഓഫ് ദ ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ. ഇറ്റ് ഈസ് ദ ടെക്നിക് ത്രൂ വിച്ച് the constant data rate is maintained on both sides so that no data get corrupted. അപ്പോൾ സെൻഡ് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് ഡാറ്റകളിൽ ആ എല്ലാ ഡാറ്റയും പ്രോപ്പർ ഓർഡറിൽ തന്നെ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്ലോ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ. ആദ്യം റിസീവ് ചെയ്യേണ്ട ഡാറ്റ ആദ്യവും ലാസ്റ്റ് റിസീവ് ചെയ്യേണ്ട ഡാറ്റ ലാസ്റ്റും ആയിട്ട് അതേ ഓർഡറിൽ തന്നെ ഡാറ്റ റിസീവ് ചെയ്യണം. ഓക്കെ. ഇടയ്ക്ക് ഏതെങ്കിലും ഈ ഡാറ്റ മിസ്സിങ് ഉണ്ടെങ്കിൽ അതൊക്കെ റീസെൻഡ് ചെയ്യണം. ഓക്കെ. ഒരു ഫ്ലോ കൺട്രോൾ കീപ്പ് ചെയ്യണം. സെയിം കോൺസ്റ്റന്റ് സ്പീഡിൽ ഡാറ്റ കിട്ടുന്നുണ്ട്, അതായത് സെൻഡ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന അതേ ഒരു ഫ്ലോയിൽ തന്നെ ഡാറ്റ റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. അതും ഈ ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഒരു മെയിൻ ഫങ്ഷനാലിറ്റിയാണ്. ഓക്കെ. പിന്നെ എറർ കൺട്രോൾ. എറർ കൺട്രോൾ ഈസ് അച്ചീവ്ഡ് ബൈ ആഡിങ് കാൽക്കുലേറ്റഡ് വാല്യൂ CRC. CRC എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് എറർ കൺട്രോളിങ്ങിന് യൂസ് ചെയ്യുന്നത്. സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. ഓക്കെ. സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഈ ഡാറ്റ ഫ്ലോയിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് CRC, അതായത് സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അത് അത്ര ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണമെന്നില്ല, ഈ ഒരു കാര്യം അറിയാം. എറർ കൺട്രോൾ യൂസ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണെന്നുള്ളത്. ഓക്കെ. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് CRC. ഓക്കെ. CRCൻ്റെ ഒരു വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ. CRC വാല്യൂ ആഡ് ചെയ്തിട്ടാണ് ഈ എറർ കൺട്രോൾ ചെക്ക് ചെയ്യുന്നത്. The error control is achieved by adding a calculated value CRC that is placed to the data link layer's trailer. Okay. Data link layerൽ ട്രെയിലറിലേക്കാണ് CRC ആഡ് ചെയ്യുന്നത്, which is added to the message frame before it is sent to physical layer. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഹെഡറും ട്രെയിലറും ആഡ് ചെയ്യുന്നുണ്ട്. ഹെഡറിനകത്ത് ആഡ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും ഫിസിക്കൽ അഡ്രസ്സ്, അതായത് മാക് അഡ്രസ്സാണ് ആദ്യം ഈ ഡാറ്റ ലിങ്ക് ലെയർ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രെയിലറിനകത്തോട്ട് എന്താണ് എറർ ചെക്കിംഗ് ഫീച്ചർ. ഓക്കെ. എറർ കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിലറിനകത്തോട്ട് ഒരു CRC വാല്യൂ, സൈക്ലിക് റിഡൻഡൻസി ചെക്ക് വാല്യൂ ആഡ് ചെയ്യും. ഓക്കെ. അത് ബാലൻസ്, അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് റിസീവർ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ മിസ്മാച്ച് ഉണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡാറ്റ മിസ്മാച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്നൊരു സിഗ്നൽ പാസ് ചെയ്യും സെൻറ്ററിൻ്റെ സൈഡിലോട്ട്, ഇത്രയും ഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും? ആ മിസ്സായ ഡാറ്റ വീണ്ടും സെൻറ്റർ വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്താണ് ഡാറ്റ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തും. If any error seems to occur, then the receiver send an acknowledgement for the retransmission of the corrupted frames. Okay. ഈ ഡാറ്റ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു CRC ചെക്കിങ്ങിലൂടെ
റിസീവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എന്താണ് എറർ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണെങ്കിൽ റിസീവർ എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. ആർക്ക്, എവിടുന്നാണോ ഈ ഡാറ്റ വന്നത്, എവിടുന്നാണ് വന്നത് എന്നുള്ളത് എങ്ങനെയാണ് അറിയാൻ പറ്റുക? കാരണം ഇതിൻ്റെ ഹെഡറിനകത്ത് ഒരു ഡാറ്റ ഉണ്ട് അല്ലേ, ഹെഡറിനകത്തുള്ള ഡാറ്റയിൽ സോഴ്സിൻ്റെ അഡ്രസ്സും ഉണ്ട്, സോഴ്സ് കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ആ സെൻറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഭാഗത്തോട്ട്, അതായത് സെൻറ്ററിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും. വീണ്ടും ഡാറ്റ പാക്കറ്റ്, കറക്റ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഏതാണോ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒറിജിനൽ കറക്റ്റ് ആവാത്ത ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കും. ആക്സസ് കൺട്രോൾ, അതാണ് അതിൻ്റെ അടുത്ത ഒരു ഫങ്ഷനാലിറ്റി. വെൻ 2 or more devices are connected to the same communication channel, then the data link layer protocols are used to determine which device has the control over the link at a given time. അപ്പോൾ ഒരു ടൈമിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസ് ഒരു ഡാറ്റ ചാനൽ, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ ആക്സസ് ഉണ്ടെങ്കിൽ എന്താണ് ഈ ഡാറ്റ കൊളീഷനും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ ഡാറ്റ ലോസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാം, ഈ ഡാറ്റ ലിങ്ക് ലെയർ ഡിസൈഡ് ചെയ്യും ഏതൊക്കെ ഡിവൈസിന് ഏതൊക്കെ ടൈമിൽ ഈ മീഡിയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചാനലിന് ആക്സസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഡാറ്റ കറപ്ഷൻ ലെവലൊക്കെ കുറവായിരിക്കും. 2 devices commonly used in data link layer, അതായത് ലെയർ 2 ഡിവൈസ് ആണ് ബ്രിഡ്ജുകളും സ്വിച്ചുകളും. ഓക്കെ, ഇപ്പോൾ എക്സാമിന് ഏതെങ്കിലും ഒരു ലെയർ 2 ഡിവൈസിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ബ്രിഡ്ജ് അല്ലെങ്കിൽ സ്വിച്ച് അല്ലേ. ലെയർ 2 സ്വിച്ച്, ലെയർ 2 ബ്രിഡ്ജുകളൊക്കെയാണ് ലെയർ 2 ഡിവൈസുകൾ. ലെയർ 1ൻ്റെയോ, ലെയർ 1ലെ ഡിവൈസുകളാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, പിന്നെ നെറ്റ്വർക്ക് കേബിള്, പിന്നെ ഹബ്ബ്, എന്തായിരുന്നു പറഞ്ഞത് അല്ലേ, റിപ്പീറ്റർ വരുന്നുണ്ട്, ഹബ്ബ് വരുന്നുണ്ട്, മോഡം, NIC കാർഡ്, കേബിള്, കണക്ടർ. ഇതൊക്കെ ലെയർ 1ൻ്റെ അതായത് ഫിസിക്കൽ ലെയറിൽ വരുന്ന ഡിവൈസുകളാണ്. ഓക്കെ, ലെയർ 2ൽ വരുന്നത് എന്താണ്, നെറ്റ്വർക്ക് ബ്രിഡ്ജും സ്വിച്ചും. ലെയർ 2 ബ്രിഡ്ജും സ്വിച്ചുമാണ് ലെയർ 2ൽ അല്ലെങ്കിൽ ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ OSI മോഡലിനകത്തുള്ള ലെയർ 2 ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയാം, ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ലെയർ 1 ഏതാണ്, ഫിസിക്കൽ ലെയർ. ലെയർ 3 നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, അത് നമ്മൾ ആ ഒരു ഓർഡർ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് തരാം. ഒന്നാമത്തെ ഫിസിക്കൽ ലെയർ മുതൽ. ഫിസിക്കൽ ലെയറിനകത്ത് എന്താണ്, ഡാറ്റ ഫിസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ലിങ്കിൽ നിന്ന്, ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ഫിസിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലിങ്കാണ് ഫിസിക്കൽ ലെയർ. അതിനകത്ത് എന്താണ്, ഡാറ്റ ട്രാൻസ്മിഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കും, ടോപ്പോളജി ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യും, പിന്നെ അനലോഗ് സിഗ്നൽ ആണോ ഡിജിറ്റൽ സിഗ്നൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്താണ് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് റിപ്പീറ്റർ, ഹബ്ബ്, ഇൻ്റർഫേസ് കാർഡുകൾ, കേബിളുകൾ, കണക്ടറുകൾ. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിനകത്ത് വരുന്ന കാര്യങ്ങൾ, അത് ഉപയോഗിക്കുന്നത് എന്താണ്, എറർ ഫ്രീ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് ഡാറ്റ ലിങ്ക് ലെയർ യൂസ് ചെയ്യുന്നത്. അത് ഡാറ്റേനെ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ, ഡാറ്റേനെ ഫ്രെയിമായിട്ട് മാറ്റും. അതിനുശേഷം ആ ഫ്രെയിമിൽ ഒരു ഹെഡറും ട്രെയിലറും ആഡ് ചെയ്യും. ഹെഡറിനകത്ത് എന്തായിരിക്കും, ഡെസ്റ്റിനേഷൻ്റെയും സോഴ്സിൻ്റെയും ഫിസിക്കൽ അഡ്രസ്സ്, അതായത് മാക് അഡ്രസ്സ് ആഡ് ചെയ്യും. പിന്നെ അതാണ് ഈ ഡാറ്റ ലിങ്ക് ലെയറാണ് എന്താണ്, റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ റേറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നത്. ഡാറ്റ ലോസ് ഇല്ലാതെ ഡാറ്റ സെൻഡ് ചെയ്യാൻ അത് സഹായിക്കും. പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ബ്രിഡ്ജുകളും സ്വിച്ചുകളും. അപ്പോൾ അതിനകത്തുള്ള ഫങ്ഷൻസ് ആണ് ഡാറ്റ ഫ്രെയിമാക്കി മാറ്റുക, അതുപോലെ തന്നെ ഹെഡർ ട്രെയിലർ ആഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ മാക് അഡ്രസ് ആഡ് ചെയ്യുക ഹെഡറിനകത്തോട്ട്. പിന്നെ ഫ്ലോ കൺട്രോൾ അല്ലേ, ഡാറ്റ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ്, കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് ഡാറ്റ വരുന്നതെന്നുള്ള ഉറപ്പ് വരുത്തുക. ഓക്കെ, സെൻഡ് ചെയ്യുന്ന ഡാറ്റ സ്പീഡും
റിസീവ് ചെയ്യുന്ന ഡാറ്റ സ്പീഡും സെയിം ആണെന്നുള്ള ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ ഡാറ്റ കറക്റ്റ് ആവാതെ കിട്ടുള്ളൂ. പിന്നെ എറർ കൺട്രോള്, ഇപ്പോൾ ഡാറ്റ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂ ആണ് CRC വാല്യൂ, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. അത് ആഡ് ചെയ്യുന്നത് ഡാറ്റ ലിങ്ക് ലെയറിനകത്തുള്ള പാക്കറ്റിൻ്റെ ട്രെയിലറിലാണ്. ഓക്കെ, അത് റീഡ് ചെയ്തിട്ടാണ് ഫിസിക്കൽ ലെയറിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുന്നത്. പിന്നെ ആക്സസ് കൺട്രോള്, രണ്ടോ അതിൽ കൂടുതലോ ഡിവൈസ് ഒരു മീഡിയത്തിനെ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏത് ടൈമിൽ ഏത് ഡിവൈസിനാണ് ആക്സസ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നതും ഡാറ്റ ലിങ്ക് ലെയറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെറ്റ്വർക്ക് ലെയറിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വേണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടറുകളൊക്കെ. ഓക്കെ, ഇൻ്റർനെറ്റ് റൗട്ടർ, അത് എങ്ങനെയാണ് ഡാറ്റ പാക്കറ്റ് സെൻഡ് ആവുന്നത്, റൗട്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ അറ്റൻഡൻസ് നോക്കാം. ഇന്നിപ്പോൾ എത്ര പേര് വന്നിട്ടുണ്ട് ക്ലാസ്സിൽ? ഇന്നിപ്പോൾ ഫുൾ പ്രസൻ്റ് ആണെന്നാണ് തോന്നുന്നത്.